എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പോൾ നമ്മളും കുഴപ്പമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. എന്തായാലും ഓരോ മഴയ്ക്ക് ശേഷം തണുപ്പിൻ്റെ ഒരു ആഘാതം വളരെ കൂടുതലായിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ വീശടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ച് അങ്ങനെ അറിയാൻ വേണ്ടി ഒരു മരങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇത് തന്നെയാണോ കുറച്ച് നേരത്തെ സംഭവിച്ചത്. അതായത് ചെറിയൊരു മഴയാണ് പെയ്തെങ്കിലും കാറ്റ് നോക്കി നല്ല ഇല്ലാട്ടോ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ നല്ല അടിപൊളി കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റിൻ്റെ ആഘാതം നമുക്ക് ചെറുതായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം വലിയൊരു ആഘാതം തന്നെ കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. കാരണം പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു മരങ്ങളുടെ ഇതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റോഡിൽ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ റോഡിലാട്ടോ. അപ്പോൾ എന്തായാലും റോഡിനും കൂടെ അതായത് ലൈൻ കമ്പിയുടെ മേളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന ഒരു മരം അത് നല്ല രീതിയിൽ കറക്റ്റ് കാറ്റ് വീശിയ ടൈമിൽ എന്തായാലും ഭാഗ്യമായിട്ടോ. എന്തായാലും ലൈൻ കമ്പിയുടെ മേളിൽ കൂടെ വീണില്ല കേട്ടോ. കറക്റ്റ് നേരെ നമ്മുടെ റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ വീണ് കിടക്കുക വരുന്നത്. അപ്പോൾ എന്തായാലും വണ്ടികളൊക്കെ പോകാൻ പറ്റാതെ ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാനൊക്കെ ഉണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വഴി വണ്ടിയൊക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് വാഴക്കൊല വണ്ടിയായാലും അതുപോലെ തന്നെ കുറച്ച് വണ്ടികളൊക്കെ പോകുന്നൊരു ടൈമും കൂടിയാണല്ലോ ഈ ഒരു വൈകുന്നേരം ടൈമിലാട്ടോ ഇപ്പോൾ വീണിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് മുറിച്ച് മാറ്റണം. അതെ, ഈ കിടക്കുന്ന കമ്പാട്ടോ വീണിട്ടുള്ളപ്പോൾ നോക്കിയതാ ഈ മരത്തിൻ്റെയാണ് ഈ ഒരു ഭാഗം വെച്ചിട്ട് അങ്ങ് കട്ടായിരിക്കും. അപ്പോൾ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് നോക്കി കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ റോഡിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്കാണ് കിടക്കുന്നത്. മരത്തിന്റെ അത്യാവശ്യം ആ ഒരു മേൽഭാഗത്തുള്ള എല്ലാം അങ്ങ് പോകുന്നിട്ടുണ്ട് കേട്ടോ താഴെ വീണതോടുകൂടി. അപ്പൊ എന്തായാലും നമ്മൾ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. എന്തോ ഒരു ഭാഗ്യമായിട്ട് തന്നെ പറയട്ടെ. കാരണം ലൈൻ കമ്പി തൊട്ടടുത്ത് കൂടെ പോയെങ്കിലായിട്ട് ലൈൻ കമ്പിയിൽ തുള്ളിപോലും ടച്ച് ചെയ്യാതെ കേട്ടോ സംഭവം. എന്തായാലും താഴേക്ക് ഇതേപോലെ വീണിട്ടുള്ള. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇപ്പോൾ വാഴക്കൊല വണ്ടിയുടെ കാര്യം പറഞ്ഞില്ല. അപ്പോഴത്തേക്കും ഇതേ വാഴക്കൊല വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതാ വീണെടുക്കുന്ന മരങ്ങളൊക്കെ മുറിച്ച് മരുന്നതാ ഈ ഒരു മിഷൻ വാള യൂസ് ചെയ്തിട്ടാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വാക്കത്തി കൊണ്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് വെട്ടുന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കുമല്ലോ. കാരണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്ന ഒരു ടൈം കൂടി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അതിന് നിൽക്കാൻ ഒട്ടും ടൈമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാവുമ്പോൾ പണിയും പെട്ടെന്ന് തീരും. പിന്നെ നമുക്ക് യാതൊരു തടസ്സവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നോക്കി ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു മരം തന്നെയാട്ടോ. പിന്നെ നമ്മുടെ ആവണിക്കുട്ടീനെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ. ആൾക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആള് നമ്മൾ ഇറങ്ങി ചാടത്തില്ല നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിക്കൊണ്ടിരുന്ന സെറ്റിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മഴയൊന്നും ഇല്ലെങ്കിൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ കോടയൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോട ഇറങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ പുക പോലെ കേട്ടോ പെട്ടെന്നാട്ടോ നമുക്ക് നിൽക്കുന്ന ആ ഒരു ഏരിയ വരെ പെട്ടെന്ന് ഒരു നിമിഷം നേരം കണ്ടാട്ടോ അങ്ങനെ പുക വന്നിങ്ങനെ കയറില്ല. ആ ഒരു എഫക്റ്റിൽ നന്നായിട്ട് കോട മൂടി തുടങ്ങും. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് ഏരിയയിലേക്ക് ഇതാ സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. കുറച്ച് ടൈം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഫുള്ളങ്ങ് ഫില്ലാകുന്ന രീതിയിൽ അത്രയും ഒരു കടുത്തൊരു എഫക്റ്റിലാട്ടോ കോട ഇങ്ങനെ വന്ന് മൂടുന്നത്. കാരണം പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടാട്ടോ വരുന്നത്. അപ്പം എന്തായാലും നല്ല തണുപ്പ് കേട്ടോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട്. പിന്നെ ഇപ്പോഴായാലും കാറ്റിന് വലിയ ശമനമൊന്നും ഇല്ല കേട്ടോ. കാരണം ഇപ്പോഴും അത്യാവശ്യം നല്ല രീതി തന്നെയാണ് കേട്ടോ കാറ്റ് വീശുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആയാലും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കാറ്റ് വീശുമ്പോൾ കേട്ടോ നമുക്ക് ചെറിയൊരു പേടി. കാരണം മഴ ഇനി എത്രത്തോളം പെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സീനൊന്നും ഇല്ല. കാരണം മഴ പെയ്തിട്ട് പിന്നെ അങ്ങ് പോകും. പക്ഷെ കാറ്റ് വീശുമ്പോൾ കേട്ടോ ഇതുപോലത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം എന്തായാലും എല്ലാവരും ഇപ്പോൾ ഇനി മഴക്കാലവും കാര്യങ്ങളൊക്കെയാണ് വരാനുള്ളത്. തന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അങ്ങനെ നമ്മുടെ മരം മുറിക്കലിന്റെ ആ ഒരു പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിയത്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് പീസുകൾ കൂടി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു റോഡ് ക്ലീൻ ആയി തന്നെ പറയണം. അപ്പോൾ മുറിച്ചതെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ റോഡിന്റെ ഇരുവശങ്ങളിലേക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം വണ്ടികളൊക്കെ പോകാൻ തുടങ്ങിയിട്ട് അപ്പം ആ ഒരു മെഷീന്റെ സഹായത്തോടെയാണ് നമുക്ക് ഇത്രയും സ്പീഡിൽ തന്നെ ഇത് മുറിച്ച് എല്ലാം സെറ്റാക്കാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ എന്തായാലും എല്ലാം ഓരോരോ സൈഡുകളിലേക്ക് അടുത്ത് മാറ്റിയിട്ട് പിന്നെ ഓരോരോ വണ്ടികളായിട്ട് പോകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈവനിങ് ടൈം കൂടി ആയല്ലോ. ഗൈസ് നമ്മൾ മരം എല്ലാം മുറിച്ചതാ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ക്ലിയർ ആയി വണ്ടികളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയും കാറ്റും എല്ലാം ഒന്ന് കെട്ടടങ്ങി തന്നെ പറയാം കേട്ടോ. അപ്പോൾ കാറ്റൊക്കെ നോക്കി ഒരു നിശബ്ദമായിട്ടിരിക്കുക കേട്ടോ. കാറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും തണുപ്പാട്ടോ ഒരു രക്ഷയില്ലാത്ത. അവനിക്ക് അവനിക്ക് ആനേനെ വേണോ? അവനിക്ക് ആന എവിടെ? അവിടെ ആനയൊന്നും ഇല്ല. പൊടി കിടന്നു.
അപ്പൊ എന്തായാലും തണുപ്പാട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പൊ എന്തായാലും നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ സെറ്റിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരുടെയും ക്ലൈമറ്റ് എങ്ങനെയുണ്ട്, അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ മഴേനേക്കാളും നമുക്ക് പേടിക്കേണ്ടത് കാറ്റാട്ടോ. അപ്പൊ ഇതുപോലെ കാറ്റൊക്കെ വീശി കഴിഞ്ഞാൽ 8ന്റെ മണിയായിരിക്കില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇതിപ്പോ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എന്തായാലും പ്രശ്നമൊക്കെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലൈൻ കമ്പിയുടെ വീട്ടിലൊക്കെ കൂടെയൊക്കെ വീണായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടിയേനെ. കാരണം കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നന്നാക്കാനൊക്കെ ഒരുപാട് ടൈം കൊടുക്കും. അതേപോലെ തന്നെ നല്ല റിസ്ക്കുള്ള പരിപാടിയും കൂടി ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മുറിച്ച് മാറ്റി സെറ്റാക്കി വിട്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. മാങ്ങ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആവണിക്കുട്ടിക്ക് മാങ്ങ വേണ്ടപ്പോൾ ആ മാങ്ങയുടെ മരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോയിട്ട് ഒരു മാങ്ങ പറിച്ചു കൊടുക്കലേ. മാങ്ങ പറിക്കാൻ പോവാ. ടാറ്റ ടാറ്റ. ഒരു ഉമ്മ കൊടുത്തേ, പ്ലെയിൻ കിസ് കൊടുത്തേ. അപ്പൊ ശരി ഗായ്സ്, ഞങ്ങൾ ഓടി പോയിട്ട് മാങ്ങ പറിക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആവണിക്കുട്ടി തന്നായിരിക്കില്ല കേട്ടോ, ആള് നല്ല വൈലന്റ് ആവേ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ എടുക്കാൻ. ബൈ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കൂ.